മാച്ച് ഫിക്സിംഗ് പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് ബി.ജെ.പി. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ മാച്ച് ഫിക്സിംഗ് നടത്തുകയാണെന്നാണ് ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധ സംഗമത്തിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചത്. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, വിവരങ്ങൾ. പ്രവിത, ഇന്നലെയാണ് രാഹുൽ ഗാന്ധി രാംലീല മൈതാനത്ത് ബി.ജെ.പിക്കെതിരെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും കടന്നാക്രമിച്ചുള്ള പ്രസംഗം നടത്തിയത്. ഈ പ്രസംഗത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങളിൽ ഇപ്പോൾ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി മോദി മാച്ച് ഫിക്സിംഗ് നടത്തുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. കോർപ്പറേറ്റുകളുമായി മാച്ച് ഫിക്സിംഗ് നടത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ആ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത് അസത്യമായ കാര്യങ്ങളാണെന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ ബി.ജെ.പി. ചൂണ്ടിക്കാട്ടുന്നു. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ EVM ഇല്ലാതെയും ബി.ജെ.പിക്ക് ജയിക്കാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്നത് ബി.ജെ.പിയുടെ പ്രത്യേകിച്ചും സർക്കാരിന്റെ ആളുകളാണെന്നൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീണ്ടും മോദി സർക്കാർ 400 സീറ്റിന് മുകളിലേക്ക് ചെന്നാൽ ഭരണഘടനയടക്കം മാറ്റാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ളൊരു ആരോപണവും ഇന്നലെ രാഹുൽ ഗാന്ധി ചില ബി.ജെ.പി. പ്രവർത്തകരെ ഉന്നയിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹർദീപ് സിംഗ് പുരി ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചിരിക്കുന്നത്. അത്തരത്തിൽ രാംലീല മൈതാനം നടത്തിയ പരാമർശങ്ങളിൽ ഭൂരിഭാഗവും അസത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അസത്യമായ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. കേവലം ഒരു നോട്ടീസിൽ മാത്രം ഒതുക്കുകയല്ല, ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഇന്ന് ബി.ജെ.പി. നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. ശരി, മാച്ച് ഫിക്സിംഗ് പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് ബി.ജെ.പി. വിവരങ്ങളാണ് നിതിൻ അംബുജൻ നൽകിയത്.